2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലെത്തി. അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് അറബ് രാഷ്ട്രം സ്വീകരിച്ചത്. ഒമാൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ സായിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സായിദാണ് വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകിയത്. മാത്രമല്ല, അവിടെ ഒമാനും ഇന്ത്യയും തമ്മിൽ ഏകദേശം 70 വർഷത്തെ സുഹൃത്ത് ബന്ധമാണ് കാത്തുസൂക്ഷിച്ചിരിക്കുന്നത്. മോദിയെ വിമർശിക്കാൻ നാവ് ഉയർത്തുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഈ സുഹൃത്ത് ബന്ധം കണ്ടനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് എന്നും വിലയിരുത്തപ്പെടുന്നു. നരേന്ദ്രമോദി എന്ന വ്യക്തിപ്രഭാവം എല്ലാ മേഖലയിലും നൽകുന്ന കയ്യൊപ്പ് മറ്റൊരു തലത്തിലേക്കാണ്. അദ്ദേഹത്തിന്റെ നയതന്ത്ര മികവ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമായി തന്നെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നരേന്ദ്രമോദി ഒമാനിലെത്തിയപ്പോൾ 70 വർഷം നീണ്ടുനിന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ചതിന്റെ 70ാം വാർഷിക ഒരു വർഷത്തിലാണ് പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഗൾഫ് പങ്കാളിത്തം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഈ സന്ദർശനം. ഒമാനിലെ ഇന്ത്യൻ സമൂഹം വലിയ വരവേൽപ്പാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ 6.75 ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികളാണ് ഒമാനിൽ മാത്രമായി തന്നെ താമസിക്കുന്നത്. ഒമാനെ സ്വന്തം രണ്ടാമത്തെ വീടായി തന്നെ കണക്കാക്കുന്ന ഈ സമൂഹം രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തിൽ അതിന്റെ ഫലമായാണ് ഇന്ത്യൻ സമൂഹത്തെ അവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. സന്ദർശനത്തിനിടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സുൽത്താൻ ഹൈദ് ബിൻ താരിഖുമായി തന്നെ വിശദമായ ചർച്ചകൾ നടത്തും. അതായത് ആ രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം മുഴുവൻ മേഖലയും അവലോകനം ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രാദേശികവും ആദർശീയവുമായ ഒരു വിഷയങ്ങളിൽ പോലും ചർച്ച ഉണ്ടാകുമെന്നതാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ത്യ ഒമാൻ ബിസിനസ് ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് വ്യവസായ നേതാക്കളെ അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. ഇന്ത്യ ഒമാൻ പ്രതിരോധ സഹകരണം പോലും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പരിശീലന പരിപാടികൾ, ഉയർന്ന തല സന്ദർശനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതിലൂടെ ശക്തമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇരു രാജ്യങ്ങളും അടുത്ത സഹകരണമാണ് പുലർത്തുന്നത്. ചരിത്രപരമായി തന്നെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇന്ത്യ ഒമാൻ ബന്ധം, ആ വ്യാപാരവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവുമാണ് ഇവിടെ ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. അതുപോലെ കാലാനുസൃതമായി ഈ ബന്ധത്തെ സമഗ്രമായ തന്ത്രപ്രധാനമായ ഒരു പങ്കാളിത്തമായി തന്നെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ, സാംസ്കാരിക മേഖലകളിൽ ശക്തമായ സഹകരണമാണ് ഇരു രാജ്യങ്ങളും പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നതും. ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും പഴക്കമേറിയ തന്ത്രപ്രധാനമായ ഒരു പങ്കാളി തന്നെയാണ് ഒമാൻ. ഉന്നതതല രാഷ്ട്രീയ ഇടപെടലുകളും അതുപോലെ മന്ത്രിതല കൂടിക്കാഴ്ചകളും ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിന്റെ ആഴവും പങ്കാളിത്തവും പക്വതയും വ്യക്തമാക്കുന്നതാണ്. വ്യാപാരം, നിക്ഷേപം, സമുദ്ര സുരക്ഷ, ഊർജ സുരക്ഷ, ഹരിത ഊർജം, കൃഷി, ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, സംസ്കാരം എന്നിവ ഉൾപ്പെടുന്ന വിശാലമായ ഒരു മേഖലയാണ് ഇവിടെ സഹകരണത്തിനായി തന്നെ അവർ ഊട്ടിയുറപ്പിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഒമാൻ വ്യാപാരമാകട്ടെ $10.61 ബില്യൺ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലും ഒമാനിലും തന്നെ പ്രവർത്തിക്കുന്ന നിരവധി സംയുക്ത സംരംഭങ്ങൾ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയിൽ വലിയ നിർണായക പങ്ക് വഹിക്കുന്നവയാണ്. പ്രത്യേകിച്ച് ഒമാനിലെ ഇന്ത്യൻ ഒമാൻ സംയുക്ത സംരംഭങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിൽ വലിയ സംഭാവനകൾ നൽകുന്നതായും തന്നെ ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. സന്ദർശനത്തിനിടെ തന്നെ നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവെക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.